സർക്യൂട്ട് ബ്രേക്കർ, റിലേ എന്നിവയെക്കുറിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ഫങ്ഷൻ ഓഫ് റിലേ ടു ദ ബ്രേക്കിംഗ് ഓപ്പറേഷൻ ഓഫ് എ സർക്യൂട്ട് ബ്രേക്കർ? അപ്പോൾ നമുക്ക് റിലേ എന്താണെന്ന് നോക്കാം. സർക്യൂട്ടുകളെല്ലാം തന്നെ എപ്പോഴും ഒരേ ഒരു നോർമൽ കണ്ടീഷനിൽ തന്നെ വരണമെന്നില്ല. പലപ്പോഴും അതിൽ പല അബ്നോർമാലിറ്റീസ് വരാം. ഇതിനെയാണ് നമ്മൾ ഫോൾട്ട് എന്ന് പറയും. അപ്പോൾ ഇത്തരം ഒരു ഫോൾട്ടുകൾ നമ്മൾ സർക്യൂട്ടിൽ എവിടെ ഉണ്ടായാലും അത് റിലേ ആണ് അത് ആദ്യം സെൻസ് ചെയ്യുക. അങ്ങനെ ഒരു ഫോൾട്ടിനെ സെൻസ് ചെയ്യുക. എന്നിട്ട് റിലേ അതിനോടനുബന്ധിച്ച് കണക്ട് ചെയ്തിരിക്കുന്ന സർക്യൂട്ട് ബ്രേക്കറിന് കമാൻഡ് കൊടുക്കും. ആ സർക്യൂട്ട് ബ്രേക്കറാണ് പിന്നീട് ആ ഫോൾട്ടി ആയ സർക്യൂട്ടിനെ മറ്റ് സർക്യൂട്ടിലെ മറ്റ് പാർട്ടിൽ നിന്നും അതിനെ ഐസൊലേറ്റ് ചെയ്യുന്നത്, അതിനെ വേർതിരിക്കുന്നത്. എങ്ങനെയാണ് ഈ റിലേ ഫോൾട്ടിന് സെൻസ് ചെയ്യുന്നത്? അപ്പം ഇത്രയും വലിയ സർക്യൂട്ടുകളാകുമ്പോൾ ഫോൾട്ടും വളരെ കൂടുതലായിരിക്കും. അപ്പോഴുണ്ടാവുന്ന കറണ്ടും വോൾട്ടേജും ഹെവി ആയിരിക്കും. അപ്പോൾ അത് ഡയറക്റ്റ് റിലേന് സെൻസ് ചെയ്യാൻ പറ്റത്തില്ല. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കറണ്ട് ട്രാൻസ്ഫോമർ, കറണ്ടിന് കുറയ്ക്കാനും അതുപോലെ പൊട്ടൻഷ്യൽ ട്രാൻസ്ഫോമർ വോൾട്ടേജ് കുറയ്ക്കാനും യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ കറണ്ട് ട്രാൻസ്ഫോമറിൻ്റെയും പൊട്ടൻഷ്യൽ ട്രാൻസ്ഫോമറിൻ്റെയും ഔട്ട്പുട്ടായിരിക്കും റിലേ കോയിൽസിന് കിട്ടുന്നത്. അപ്പോൾ അതിനനുസരിച്ച് റിലേ ഫോൾട്ടിനെ ഇൻ്റർപ്രറ്റ് ചെയ്യും. അപ്പം നമ്മുടെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു, വാട്ട് ഈസ് ദ ഫങ്ഷൻ ഓഫ് റിലേ ടു ദ ബ്രേക്കിംഗ് ഓപ്പറേഷൻ ഓഫ് എ സർക്യൂട്ട് ബ്രേക്കർ ഇൻ കൺട്രോൾ സർക്യൂട്ട്? അപ്പോൾ ഒരു സർക്യൂട്ട് കൺട്രോൾ ചെയ്യുന്നതിന് റിലേയുടെ ഫങ്ഷൻ എന്താ? ഇറ്റ് ഇൻ്റർപ്രറ്റ് ദ ഫോൾട്ട് സിറ്റുവേഷൻ ടു ഓപ്പറേറ്റ് ബ്രേക്കർ. അപ്പോൾ ബ്രേക്കറിൻ്റെ കോണ്ടാക്ട്സ് ഓപ്പൺ ആവാൻ വേണ്ടിയിട്ട് ഫോൾട്ട് അത് ഇൻ്റർപ്രറ്റ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് റിലേയുടെ ഫങ്ഷൻ. സർക്യൂട്ട്സ് അല്ലെങ്കിൽ കമ്പോണൻസിന് വരുന്ന വിവിധതരം ഫോൾട്ടുകൾ, അതിൻ്റെ കാരണങ്ങളും ആ ഫോൾട്ടിൻ്റെ എഫക്റ്റുമാണ് ഈ ഒരു ടേബിളിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഫേസ് ടു ന്യൂട്രൽ ഷോർട്ട് വരാനുള്ള മെയിൻ റീസൺ നമ്മുടെ എക്യുപ്മെൻറ്റ്സിൻ്റെ ഒന്നുകിൽ കമ്പോണൻസ് ഫെയിലർ ആവുക, അല്ലെങ്കിൽ മെയിനായിട്ട് ഇൻസുലേഷൻ ഫെയിൽ ആകുമ്പോഴാണ് ഫേസ് ടു ന്യൂട്രൽ ഷോർട്ട് ആവുന്നത്. അങ്ങനെയാകുമ്പോൾ കറണ്ട് കൂടുതലായിരിക്കും, അതൊരു വലിയൊരു ഫയറിന് വരുന്ന ചാൻസ് ഉണ്ട്. ഇനി അതുപോലെ ഫേസ് ടു ഫേസ് ഷോർട്ട് ആവുകയാണെങ്കിൽ ഇതൊക്കെയാണ് കോസ് എന്ന്, അങ്ങനെ വിവിധതരം ഫോൾട്ടുകളെ കുറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വായിച്ചാൽ മനസ്സിലാവുന്നത് തന്നെയാണ്. അപ്പോൾ ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇൻസുലേഷൻ ഫെയിലർ ഉണ്ടെങ്കിൽ ഫേസ് ടു ന്യൂട്രൽ ഷോർട്ട് ആയിരിക്കും കൂടുതലും ഉണ്ടാവുക എന്നുള്ള കാര്യം നോക്കാം. അപ്പോൾ ഇതിനോടനുബന്ധിച്ച് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ ഇതാണ്, വാട്ട് ഈസ് ദ കോസ് ഫോർ ദ ഡിഫക്റ്റ് ഇഫ് ഫേസ് ടു ഗ്രൗണ്ട് ഫോൾട്ട് ഓൺ ട്രാൻസ്മിഷൻ ലൈൻ? ട്രാൻസ്മിഷൻ ലൈനിൽ ഫേസ് ടു ഗ്രൗണ്ട് ഫോൾട്ട് വരാനുള്ള റീസൺ എന്താണ്? ഇൻസുലേഷൻ ഫെയിലറാണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, which relay hold their contacts in position after power is cut off? പവർ ഓഫ് ചെയ്താണെങ്കിലും റിലേ ഏത് ടൈപ്പ് റിലേയിലാണ് കോണ്ടാക്ട്സ് സെയിം പൊസിഷനിൽ തന്നെ നിൽക്കുന്നതെന്നാണ് ക്വസ്റ്റ്യൻ. ആൻസർ ലാച്ചിങ് റിലേ ആണ്. റിലേൻ്റെ പ്രത്യേകത അതിൻ്റെ കോണ്ടാക്ട് പൊസിഷൻ പവർ ഒഴിവാക്കിയാണ്, റിമൂവ് ചെയ്താണെങ്കിലും അതേപോലെ തന്നെ നിൽക്കും. അപ്പോൾ അതിന് രണ്ട് കണ്ടീഷനുള്ളൂ, ഒന്ന് റെസ്റ്റ് അല്ലെങ്കിൽ സെറ്റ്. അപ്പോൾ അടുത്ത ഇൻപുട്ട് പവർ കൊടുക്കുന്നവരെ അത് പ്രീവിയസ് ആയിട്ടുള്ള പവറിൽ ഏത് പൊസിഷനിലാണോ കോണ്ടാക്ട് പൊസിഷനിലാണെന്ന് അതേ പൊസിഷനിൽ തന്നെ. ഇനി റിലേയുടെ കുറച്ച് മെയിനായിട്ട് വരുന്ന ക്ലാസിഫിക്കേഷൻ പറഞ്ഞുതരാം. ഇൻസ്റ്റൻറ്റേനിയസ് റിലേകളുണ്ട്. ഇൻസ്റ്റൻറ്റേനിയസ് അത് ഓവർ കറണ്ട് ആയാലും ഓവർ വോൾട്ടേജ് അഥവാ അണ്ടർ വോൾട്ടേജോ ആണെങ്കിലും. അപ്പോൾ ഈ ഇൻസ്റ്റൻറ്റേനിയസ് റിലേ എന്ന് പറഞ്ഞാണെങ്കിൽ അപ്പോൾ ഒരു സെറ്റ് കറണ്ടോ വോൾട്ടേജോ സെറ്റ് ചെയ്ത് വെച്ചാൽ അതിൻ്റെ ഒന്നുകിൽ ഓവർ കറണ്ടോ ഓവർ വോൾട്ടേജ് ഒക്കെ ആണെങ്കിൽ ആ വാല്യൂവിൻ്റെ എബോവ് വരുമ്പോൾ, അണ്ടർ ആണെങ്കിൽ ആ വാല്യൂവിനെക്കാട്ടും താഴെ വരുമ്പോൾ ആ വിത്തിൻ സെക്കൻഡ്സ് ആ ഇൻസ്റ്റൻറ്റ് തന്നെ റിലേ ആ ഫോൾട്ടി സെക്ഷൻസ് ഇൻ്റർപ്രറ്റ് ചെയ്ത് സർക്യൂട്ട് ബ്രേക്കറിന് കമാൻഡ് കൊടുത്ത് സർക്യൂട്ട് ബ്രേക്കർ ഓപ്പൺ ആകും. അപ്പോൾ ക്വിക്ക് ആക്ഷൻ ആയിരിക്കും ഇൻസ്റ്റൻറ്റേനിയസ് റിലേകൾ. ഡെഫിനിറ്റ് ടൈം റിലേ പറയുമ്പോൾ അതിൻ്റെ ഒരു ഓപ്പറേറ്റിംഗ് എന്ന ടൈം അത് സ്ഥിരമായിരിക്കും, കോൺസ്റ്റൻ്റ് ആയിരിക്കും. അപ്പോൾ ഫോൾട്ട് ചെറിയ ഫോൾട്ടാണെങ്കിലും വലിയ ഫോൾട്ടാണെങ്കിലും അത് ഫോൾട്ടിൻ്റെ മാഗ്നിറ്റ്യൂഡിനെയോ ടൈമിനെയോ ഡിപ്പെൻഡ് ചെയ്യുന്നതില്ല, അതാണ് ഡെഫിനിറ്റ് ടൈം. ഇനി ഇൻവേഴ്സ് ടൈം റിലേ എന്ന് പറഞ്ഞാണെങ്കിൽ ഫോൾട്ടിൻ്റെ മാഗ്നിറ്റ്യൂഡ് കൂടുന്നതിനനുസരിച്ച് റിലേ ഓപ്പറേറ്റ് ചെയ്യുന്ന ടൈം കുറവായിരിക്കും. അപ്പോൾ കൂടിയ ഫോൾട്ടാണെങ്കിൽ പെട്ടെന്ന് റിലേ ഓപ്പറേറ്റ് ചെയ്യും, ഫോൾട്ട് കുറയുന്നതിനനുസരിച്ച് റിലേ ഓപ്പറേറ്റ് ചെയ്യാനുള്ള ടൈം കൂടുതലുണ്ട്. ഇനി സർക്യൂട്ട് ബ്രേക്കേഴ്സ് എന്താണെന്ന് നോക്കാം. അപ്പോൾ ഫോൾട്ട് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ സെൻസർ അതിന് സെൻസ് ചെയ്യും. അപ്പോൾ സെൻസ് ചെയ്തതിന് ശേഷം അത് സർക്യൂട്ട് ബ്രേക്കറിലേക്ക് കമാൻഡ് കൊടുക്കുന്നത്. ഇപ്പോൾ സർക്യൂട്ട് ബ്രേക്കറാണ് നമ്മുടെ സർക്യൂട്ടിനെ ബാക്കിയുള്ള സെക്ഷൻസായിട്ട്, സർക്യൂട്ട് ബാക്കിയുള്ള സെക്ഷൻസായിട്ട് ഒന്നുകിൽ കോണ്ടാക്റ്റ് മേക്ക് ചെയ്യുന്നത്, കോണ്ടാക്റ്റ് ഉണ്ടാക്കുന്നത്, അല്ലെങ്കിൽ കോണ്ടാക്റ്റ് ബ്രേക്ക് ചെയ്യുന്നത്. അപ്പോൾ സർക്യൂട്ട് ബ്രേക്കർ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു സ്വിച്ച് ചെയ്യുന്ന ഫങ്ഷനാണ്, ഐദർ മേക്ക് ഓർ ബ്രേക്ക് ദ ഇലക്ട്രിക്കൽ സർക്യൂട്ട്. അപ്പോൾ ഇങ്ങനെ ഇലക്ട്രിക് സർക്യൂട്ട് ബ്രേക്ക് ചെയ്യുക പറഞ്ഞാൽ സർക്യൂട്ട് ബ്രേക്കറിൻ്റെ കോണ്ടാക്ട്സ് ഓപ്പൺ ആവണം. അപ്പോൾ കോണ്ടാക്ട്സ് ഓപ്പൺ ആവുന്ന ആ ഒരു ടൈമിൽ
ഒരു സ്പാർക്ക് ഉണ്ടാകുന്നുണ്ട്, രണ്ട് കോണ്ടാക്റ്റുകൾക്കിടയിൽ സ്പാർക്ക് ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഈ സ്പാർക്ക് നിലനിൽക്കുന്നിടത്തോളം ആ സർക്യൂട്ട് ബ്രേക്കറിലെ കോണ്ടാക്ട്സിലൂടെ കറണ്ട് ഫ്ലോ ചെയ്യുന്നു വെച്ചാൽ സർക്യൂട്ടിലൂടെ കറണ്ട് ഫ്ലോ ചെയ്യുന്നു. അപ്പോൾ ബ്രേക്കർ ഓപ്പൺ ആയ എത്രയും പെട്ടെന്ന് തന്നെ ഈ സ്പാർക്കും ഈ ഒരു ആർക്കും ഇല്ലാതാക്കണം. അപ്പോൾ അതിനെയാണ് ആർക്ക് കൊഞ്ചിങ് എന്ന് പറയുക. അപ്പോൾ ആർക്ക് കൊഞ്ചിങ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ആർക്ക് കോണ്ടാക്ട്സിൻ്റെ ഇടയിൽ ബ്രേക്കർ ഓപ്പൺ ആവുന്ന ടൈമിൽ ഉണ്ടാവുന്ന ആർക്ക് ഇല്ലാതാക്കുക, അതിനെയാണ് ആർക്ക് കൊഞ്ചിങ് എന്ന് പറയാം. അപ്പോൾ അതിന് വിവിധ തരം മീഡിയസ് യൂസ് ചെയ്യുന്നത്. ആ മീഡിയം മാറുന്നതിനനുസരിച്ചാണ് പല ടൈപ്പ് സർക്യൂട്ട് ബ്രേക്കേഴ്സ് വരുന്നത്. ആദ്യം തന്നെ എയർ ബ്രേക്ക് സർക്യൂട്ട് ബ്രേക്കേഴ്സ്. അപ്പോൾ അവിടെ പേര് പോലെ തന്നെ അവിടെ ആർക്ക് കൊഞ്ചിങ് മീഡിയം കോണ്ടാക്ട്സ് ആണ്. ബ്രേക്കറിൻ്റെ കോണ്ടാക്ട്സുകൾക്കിടയിലുള്ള മീഡിയം എന്ന് പറയുന്നത് നാച്ചുറൽ എയർ ആണ്. അപ്പോൾ ഈ ഒരു സർക്യൂട്ട് ബ്രേക്കേഴ്സ് അപ് ടു 50 കിലോ വോൾട്ട് വരെയാണ് യൂസ് ചെയ്യുന്നത്. എയർ സർക്യൂട്ട് ബ്രേക്കേഴ്സിൽ തന്നെ വരുന്നൊരു വിഭാഗമാണ് എയർ ബ്ലാസ്റ്റ് സർക്യൂട്ട് ബ്രേക്കർ. ഇവിടെ എയർ തന്നെ ഹൈ പ്രഷർ എയർ ആയിരിക്കും യൂസ് ചെയ്യുക. അതുകൊണ്ട് ബ്രേക്കേഴ്സ് കോണ്ടാക്ട്സ് ഓപ്പൺ ആകുമ്പോൾ ഉണ്ടാകുന്ന ആർക്ക് പെട്ടെന്ന് തന്നെ കൊഞ്ച് ചെയ്യുക, എന്ന് വെച്ചാൽ ആർക്കിനെ ഇല്ലാതാക്കാൻ പറ്റും എയർ ബ്ലാസ്റ്റ് സർക്യൂട്ട് ബ്രേക്കേഴ്സ് യൂസ് ചെയ്യുമ്പോൾ. അപ്പോൾ അത് പെട്ടെന്ന് ഫ്രീക്വൻറ്റ് ഓപ്പറേഷൻ ആവശ്യമുള്ള സ്ഥലത്താണ് എയർ ബ്ലാസ്റ്റ് സർക്യൂട്ട് ബ്രേക്കേഴ്സ് യൂസ് ചെയ്യുക.